Hi, hello dear students. Welcome back to Future Plus Academy. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ UG PG സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ എക്സാമിന്റെ ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം സ്റ്റുഡൻസ് നമ്മളുമായിട്ട് പങ്കുവെച്ചൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, BA മലയാളം സ്റ്റുഡൻസിന് എല്ലാവർക്കും ഒമിറ്റഡ് പോർഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയല് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിരുന്നു. അവരുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ഒമിറ്റഡ്, അതായത് പഠിക്കാനില്ലാത്ത പാഠ്യഭാഗമല്ലാത്ത വിഷയങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ സർട്ടൈൻ യൂണിറ്റ്സിനെ കുറിച്ചും യൂണിവേഴ്സിറ്റി ഓൾറെഡി ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും. കുട്ടികൾ അതിന്റെ ഭാഗമായിട്ടാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ അവരുടെ സിലബസിൽ ഒഴിവാക്കിയ പോർഷൻസ് അവർ വ്യക്തമായി മാർക്ക് ചെയ്ത് വെച്ച് അത് ഉള്ളത് മാത്രം പഠിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കുട്ടികൾക്ക് ഇപ്പൊ കഴിഞ്ഞ 3 പരീക്ഷകൾക്കും അവർക്ക് ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ വീക്ക് നടന്നിട്ടുള്ള പ്രായോഗിക മലയാളം പരീക്ഷയില് ഒമിറ്റഡ് പോർഷനിൽ നിന്നും ചോദ്യങ്ങൾ വന്നു എന്നുള്ളതാണ് കുട്ടികളെ ഏറെ വിഷമത്തിലാക്കിയത്. കാരണം ഒമിറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട്, ഒഴിവാക്കിയ പാഠഭാഗമാണെന്ന് പറഞ്ഞിട്ട് അവർ പഠിക്കാതെ പോയിട്ടുള്ള ഭാഗത്തിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓർ ക്വസ്റ്റ്യൻ മേഖലയിലാണെന്ന് വന്നിട്ടില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് ഈ ചോദ്യങ്ങൾ അറിയില്ലെങ്കിലും മറ്റു ചോദ്യങ്ങൾ എഴുതാൻ നോക്കുമ്പോഴാണ് അത് ഈ ഒമിറ്റഡ് പോർഷൻ എന്നാണ്. കുട്ടികൾക്ക് വ്യക്തമായ ധാരണ ഉണ്ട് ഇത് ഒമിറ്റഡ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ നമ്മളോട് കംപ്ലൈന്റ് പറഞ്ഞത്. അപ്പൊ എന്തിനായിരുന്നു യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു ഒമിറ്റഡ് പോർഷനിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വീണ്ടും ചോദിച്ചത് എന്നുള്ളതാണ് കുട്ടികൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇനിയുള്ള മലയാള സാഹിത്യം എന്നുള്ള നിങ്ങളുടെ ലാംഗ്വേജ് പേപ്പറിലും ഇതുപോലെ ആവർത്തിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഒന്നും കൂടി നമ്മൾ പറയാം. ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയിട്ട് പോവുക. BA മലയാളം സ്റ്റുഡൻസിന്റെ ഒമിറ്റഡ് പോർഷൻസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. ആ ഒമിറ്റഡ് പോർഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. ഒമിറ്റഡ് പോർഷൻസിൽ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതായത് ഈ പറഞ്ഞിട്ടുള്ള അടുത്ത പരീക്ഷയായിട്ടുള്ള, അതായത് 9-ാം തീയതി നിങ്ങൾക്ക് നടക്കുന്ന മലയാള സാഹിത്യം കവിത, കഥ, ഉപന്യാസം, നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് പേപ്പർ ആണ്. എല്ലാവർക്കും ഉണ്ട്. മലയാളം ലാംഗ്വേജ് പേപ്പർ ആയിട്ട് എടുത്തിട്ടുള്ള എല്ലാവർക്കും ഉള്ള പേപ്പറാണിത്. അപ്പൊ ഇതിൽ ഒരുപാട് ഒമിറ്റഡ് പോർഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊക്കെ നോക്കി പോയിക്കോളുക. ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉത്തരം എഴുതാതിരിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും, മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ വിശബദ പഠനം ബ്ലോക്ക് 1 നിങ്ങൾക്ക് കവിതകളാണ്. അതിൽ ഏകദേശം ഈ പറഞ്ഞിട്ടുള്ള 6 കവിതകളോളം ബ്ലോക്ക് 1 നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലോക്ക് 2 കഥകളിലും ഈ പറഞ്ഞ പോലെ തന്നെ 5 എണ്ണം ഉണ്ട്. ബ്ലോക്ക് 3 ഉപന്യാസമാണെങ്കിൽ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 8ഓളം യൂണിറ്റ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് 4 3 യൂണിറ്റും. അപ്പൊ 4 ബ്ലോക്കുകളായിട്ടാണ് മലയാളം സാഹിത്യം എന്നുള്ള ഈ പേപ്പർ. അതിൽ കവിതയുണ്ട്, കഥയുണ്ട്, അതുപോലെ തന്നെ ഉപന്യാസം, നോവൽ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഒമിറ്റഡ് പോർഷൻസിനും ഇത് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് നിങ്ങൾ പോവുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഏറ്റവും പ്രസക്തമായിട്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒമിറ്റഡ് പോർഷനും കൂടി നിങ്ങൾ കവർ ചെയ്തിട്ട് പോവുക. ഓക്കെ. അപ്പം എന്തിനായിരുന്നു യൂണിവേഴ്സിറ്റി ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയില്ല. അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു ഇൻഫർമേഷനും കുട്ടികൾക്ക് ഉണ്ടായില്ല. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് കോൺടാക്ട് ചെയ്തപ്പോഴും അവര് റിപ്ലൈ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഇനിയുള്ള പരീക്ഷയ്ക്ക് ഒമിറ്റഡ് പോർഷൻസും കൂടി കൺസിഡർ ചെയ്ത് പഠിച്ചു പോവുക എന്നുള്ളതാണ് കുട്ടികളോട് നമുക്ക് പറയാനുള്ളത്. സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. സോ ഈ ഒമിറ്റഡ് പോർഷന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു ഫയലായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നന്നായി പഠിച്ചു പോയി പരീക്ഷ എഴുതാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.